ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താലി കെട്ടാനും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കാനും അവളുണ്ടല്ലോ. പിന്നെന്താ? താലികെട്ടിന് സംഭവിക്കുന്ന അപകടം അവൾ ഏറ്റുവാങ്ങും. പക്ഷേ അതിനു മുമ്പാണെങ്കിലോ? നേരിട്ട് ഗാദി ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെന്ത് ചെയ്യാനാ? ഞാൻ മുമ്പൊരു മന്ത്രവാദിയുടെ കാര്യം അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? അയാൾ ഒരുപാട് കഴിവുള്ള ഒരാളാ. പിരിക്കേണ്ടി വന്ന പിരിക്കും, കൊല്ലേണ്ടി വന്ന കൊല്ലും. നമ്മുടെ ആവശ്യം എന്താണോ അതുപോലെ. ആഭിചാരം ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിയാ അതിനാരും നമ്മളെ കുറ്റപ്പെടുത്തില്ലല്ലോ. പെടഞ്ഞു വീണ് ചാവുമ്പോ അവള് പാവമായിരുന്നു എന്ന് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് നമുക്കും പറയാൻ പറ്റും. അങ്ങനെ തടിക്ക് കേടുവരാതെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. നിനക്ക് സംഭവിക്കുന്ന വേദനയും അപമാനമൊന്നും അമ്മയെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല മോളെ. അമ്മ ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും അത് നിനക്ക് വേണ്ടിട്ടാ. അതമ്മ നേടിത്തന്നിരിക്കും എങ്ങനെയെങ്കിലും. സത്യമാണോ മോളെ പറയുന്നത്? അതെ മമ്മി, നവീൻ പോലും അറിയാതെയാ കീർത്തിയും അമ്മയും ഫോട്ടോഷൂട്ടിന്റെ സ്ഥലത്തെത്തിയത്. അവരുടെ ഉദ്ദേശം എന്നെ കൊല്ലാന്നുള്ളതാ. പക്ഷെ ഇന്ന് നിർമ്മല ഉണ്ടാക്കിയ കെണിയില് അവരുടെ മകള് തന്നെ വീണു പോയത്. പക്ഷെ അവരിനിയും എന്നെ കൊല്ലാൻ ശ്രമിക്കും. ഈ വിവാഹം മുടക്കാനും ശ്രമിക്കും. ഒന്നല്ല, പല തവണയായി നിർമ്മലയും കുടുംബവും ഇതിന് ശ്രമിക്കുന്നു. വിവാഹത്തിന് മുമ്പ് ഇനി എന്തെല്ലാം ചടങ്ങുകളുണ്ടെന്ന് പറയാൻ കൂടെ പറ്റില്ല. നോക്ക്, വാശി പിടിച്ച് അതിലെല്ലാം പങ്കെടുക്കണമെന്ന് നീ പറയരുത്. നിന്റെ സേഫ്റ്റിക്ക് അതിൽ കൃഷ്ണ തന്നെ പങ്കെടുക്കുന്ന നല്ലത്. നോ മമ്മി, ചടങ്ങുകൾ എന്തേലും ഉണ്ടെങ്കിൽ അതിന് ഞാനായിരിക്കും പങ്കെടുക്കുക. വിവാഹം കഴിഞ്ഞാലും നിർമ്മലയും മോളെയൊക്കെ ഞാൻ തന്നെ നേരിടേണ്ടതല്ലേ? അപ്പൊ പിന്നെ അതിനൊരു പ്രാക്ടീസ് വേണമല്ലോ. താലി കെട്ടാനും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കാനും അവളുണ്ടല്ലോ. പിന്നെന്താ? താലികെട്ടിന് സംഭവിക്കുന്ന അപകടം അവൾ ഏറ്റുവാങ്ങും. പക്ഷേ അതിനു മുമ്പാണെങ്കിലോ? മോളെ, നിനക്കൊന്ന് സംഭവിച്ചുകൂടാ. ഉണ്ടാകുന്ന ദുരന്തം അവൾക്ക് കൊടുക്കുന്ന പണത്തിന് പകരമാണ്. അത് അവൾ അനുഭവിച്ചു തീർത്തോണം. മാഡം, ചായ. സുനന്ദ കേട്ടു കാണോ നമ്മൾ സംസാരിച്ചത്? കേട്ടല്ലെന്താ, അവളും നമ്മുടെ അടിമ തന്നെയല്ലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ വേണ്ട രീതിയിൽ മമ്മി അത് ഹാൻഡിൽ ചെയ്താൽ മതി.
മോളെ, ഗോപാലമാമ, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവിടുത്തെ കാര്യം കഴിഞ്ഞാ മോള് പെട്ടെന്ന് ഇഞ്ഞ് പോരുവോ? എന്തു പറ്റി? മോള് പോയതിനു ശേഷം അമ്മ കുറെ ഛർദിച്ചു. പിന്നെ വല്ലാത്തൊരു ക്ഷീണമായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞ? അല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മോളെ. മോള് വന്നിട്ട് നമുക്ക് കയറി ചോദിക്കാം. എന്നാ ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. അതെ, അമ്മ ഇപ്പൊ എന്ത് ചെയ്യാ? ഇപ്പോ മയക്കത്തിലാ, ക്ഷീണത്തിന്റെ ആയിരിക്കും. ഞാനേ മാഡത്തിനോടൊന്ന് ചോദിക്കട്ടെ. ആ, സിൻചിച്ചി, മാഡം എവിടെയാ? എന്തു പറ്റി കൃഷ്ണ? എന്റെ അമ്മേ ഒരുപാട് ഛർദിച്ചു എന്ന് ഗോപാലമാമ വിളിച്ചു പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോണം. പറ്റില്ല, ഇപ്പൊ പോവാൻ പറ്റില്ല. മാഡം, എനിക്ക് പോയേ പറ്റുള്ളൂ. അമ്മയ്ക്ക് തീരെ വയ്യാന്ന്. അമ്മ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവിടുത്തെ ഡോക്ടർമാരടുത്ത് ഞാൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവര് കെയർ ചെയ്തോളൂ. അല്ലാതെ ഓരോ ദിവസം ഓരോരോ കാര്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. മാഡം, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടല്ലേ ഞാൻ ഇവിടുന്ന് പോകുന്നത്. പിന്നെ എന്തിനാ വാശി കാണിക്കുന്നത്? വാശിയോ? നിന്നോടോ? സിതാര ശ്രീനിവാസന് വാശി കാണിക്കാനുള്ള വലുപ്പമൊക്കെ നിനക്കുണ്ടോ? അങ്ങനെ ഒരു ധാരണ മനസ്സിലുണ്ടെങ്കിലേ അത് മാറ്റി വെച്ചാറേ. എന്റെ അനുവാദമില്ലാതെ ഈ വീട്ടിൽ നിന്ന് ധിക്കരിച്ചിറങ്ങാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ആ നിമിഷം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കും. നിന്റെ അമ്മയുടെ ഓപ്പറേഷൻ മുടങ്ങും. എന്താ വേണ്ടെന്ന് നീ തീരുമാനിച്ചോ? വേണ്ട, ഞാൻ പോകുന്നില്ല. അമ്മയുടെ ഓപ്പറേഷൻ നടക്കണം. മാം, അവൾക്ക് അമ്മയോടുള്ള സ്നേഹം നമുക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ട് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുന്നതേ അവളുടെ അമ്മ മാത്രമല്ല, എന്നെ ചതിച്ച ഒരു തൂടിയ. സിതാര ശ്രീനിവാസന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയ ഒരുത്തിക്ക് ആ ജീവൻ തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നെ ചതിച്ച ശാന്തി അവൾ അവിടെ കിടന്ന് മരിച്ചാലും ഞാൻ അതെന്റെ ജയമായിട്ട് കാണും. ഞാനും അവളുടെ അമ്മയും തമ്മിലുള്ള കണക്ക് അവൾക്ക് അറിയില്ലല്ലോ സിനി. പക്ഷെ എനിക്കത് മറക്കാനോ പൊറുക്കാനോ പറ്റില്ല.